Welcome back to Enchanted Learning. It's me Benazir Khalid. അപ്പോൾ നമ്മൾ ഇന്ന് HSI നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന കോർ സബ്ജക്റ്റില് നമുക്ക് പഠിക്കാനായ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പാരസിറ്റിക് പ്രോട്ടോസോയിൻസിനെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ നമുക്ക് എടുത്ത് പഠിക്കാൻ പറയുന്ന എക്സാംസിൽ എൻഡമീബ ഹിസ്റ്റോളജിയെ കുറിച്ച്, അതിന്റെ മോർഫോളജി, ലൈഫ് ഹിസ്റ്ററിയെ കുറിച്ച്, പ്രൊഫൈലൈറ്റിക് സ്പേസ് മെഷേഴ്സ്, അതുപോലെ പാത്തോജെനിസിറ്റീസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാസ്മോഡിയം വാക്സിനെ കുറിച്ചാണ്. അപ്പൊ പ്ലാസ്മോഡിയം വാക്സിന്റെ മോർഫോളജിയും ലൈഫ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമുക്ക് പാത്തോജെനിസിറ്റി, അതുപോലെ തന്നെ പ്രൊഫൈലൈറ്റിക് മെഷേഴ്സ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, പ്ലാസ്മോഡിയം അല്ലെ, പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഏത് ഫൈലത്തിലാണ് ബിലോങ് ചെയ്യുന്നത്? ഇറ്റ് ബിലോങ്സ് ടു ഫൈലം ആംഫി കോംപ്ലക്സ്. അങ്ങനെ ആംഫി കോംപ്ലക്സിലാണ് പ്ലാസ്മോഡിയം എന്ന ഫൈലം പ്ലാസ്മോഡിയം ബിലോങ് ചെയ്യുന്നത്. പ്ലാസ്മോഡിയം പാരസിറ്റിക് പ്രോട്ടോസോൻ ഏത് ഫൈലത്തിലാണുള്ളത്? എപ്പി കോംപ്ലക്സ് എന്നാണ്. എപ്പി കോംപ്ലക്സ് ആണ്. ഇതാണ് ആപ്പി കോംപ്ലക്സ് അല്ല, എപ്പി കോംപ്ലക്സ്. അപ്പൊ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു പാരസിറ്റിക് പ്രോട്ടോസോൻ ആണ്. ആ പ്ലാസ്മോഡിയം ഏത് ഫൈലത്തിലാണ് ഉള്ളത്? ഫൈലം എപ്പി കോംപ്ലക്സിലാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പാരസിറ്റിക് പ്രോട്ടോസോൺ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ പാരസിറ്റിക് പ്രോട്ടോസോൺ ബിലോങ്സ് ടു ഫൈലം എപ്പി കോംപ്ലക്സ് എന്നാണ്. എപ്പി കോംപ്ലക്സ്. നമ്മൾ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആണെങ്കിൽ ഏത് ഫൈലമായിരുന്നു? റൈസോപോഡ് ആയിരുന്നു. ഫൈലം റൈസോപോഡ് ആയിരുന്നു. ഇനി അതുപോലെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക പോലെ തന്നെ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു എൻഡോ പാരസൈറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 ഹോസ്റ്റിലാണ്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എൻഡോ പാരസൈറ്റ് ആൻഡ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ്സ് ഇൻ 2 ഹോസ്റ്റ്. എന്ന് 2 ഹോസ്റ്റിലാണ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനെ ഡൈജനറ്റിക് പാരസൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഡൈജനറ്റിക്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയിലാണെങ്കിൽ ഒരു ഹോസ്റ്റിലാണ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് അത് മോണോജനറ്റിക് എന്നാണ് നമ്മൾ പഠിച്ചത്. ഫൈലം എപ്പി കോംപ്ലക്സിലാണ് പ്ലാസ്മോഡിയം വൈവാക്സ് ബിലോങ് ചെയ്തിരിക്കുന്നത്. ഇത് എൻഡോ പാരസൈറ്റ് ആണ്. ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന 2 ഹോസ്റ്റിലാണ്. അതുകൊണ്ട് ഇത് ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് പറയപ്പെടുന്നു. ഇനി ഇതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, ഇതിനൊരു ഡെഫിനിറ്റ് ഹോസ്റ്റും ഉണ്ട്, അതൊരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണെന്ന് ഓർത്ത് വെക്കുക. ഡെഫിനിറ്റ് ഹോസ്റ്റ് അതാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് ഇതിന്റെ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരാണ്? മാൻ ആണ്. മാനോടൊപ്പം ഇതിന് മറ്റുള്ള വെർട്ടിബ്രേറ്റ്സ് ആയ റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ് ഓൾസോ ആർ കൺസിഡർ ആസ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. അപ്പം അതിന്റെ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഡെഫിനിറ്റ് ഹോസ്റ്റ് ആണ്. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആണ് ഇത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. അതുപോലെ തന്നെ അതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മാൻ അല്ലെങ്കിൽ മറ്റുള്ള വെർട്ടിബ്രേറ്റ്സ് റാബിറ്റ്, മാമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് മുതലായവയാണെന്ന് കൂടെ ഓർത്ത് വെക്കാം. അപ്പൊ എന്താണ് ഡെഫിനിറ്റീവ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്നാണ്. ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇതിന് ഡൈജനറ്റിക് ആണ്. അതായത് 2 ഹോസ്റ്റിലാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഡെഫിനിറ്റീവ് ഹോസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഏതാണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഈ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് അത് മാൻ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള വെർട്ടിബ്രേറ്റ്സുകളായ റെപ്റ്റൈൽസ്, മാമൽസ്, ബേർഡ്സ് മുതലായവയാണ് ഇവിടെ ഓർത്തു വെക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇത് ഏത് ഫൈലത്തിലാണ്? പ്ലാസ്മോഡിയം ബിലോങ് ചെയ്യുന്നത് ഫൈലം എപ്പി കോംപ്ലക്സ്. ഇത് എൻഡോ പാരസൈറ്റ് ആണ്. ഇത് ഡൈജനറ്റിക് ആണ്. അതായത് ഇത് ലൈഫ് സൈക്കിൾ ഇൻക്ലൂഡ്സ് 2 hosts and the first one is a definitive host, that is a female anopheles mosquito, and the next one is the intermediate host, that is a man, that is man or other vertebrates like reptiles, birds, mammals, etc. മറ്റുള്ള വെർട്ടിബ്രേറ്റ്സ് റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, അതുപോലെ തന്നെ മാനും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജീനസിലുള്ള മിക്ക മെമ്പേഴ്സും മലേറിയൽ പാരസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അത് ഒരു ഡിസീസ് മലേറിയ കോസ് ചെയ്യുന്നുണ്ട്. ഇവ എന്ത് വിളിക്കുന്നു? മലേറിയൽ പാരസൈറ്റ് എന്ന് വിളിക്കുന്നു. ഈ ജീനസിലുള്ള എല്ലാ പാരസൈറ്റ്സിനെ എന്ന് വിളിക്കുന്നു? മലേറിയൽ പാരസൈറ്റ് എന്ന് വിളിക്കുന്നു. കാരണം ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിസീസ് മലേറിയ. ഇത്രയും കാര്യമാണ് നമ്മുടെ മോർഫോളജിയിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ അതിന്റെ ലൈഫ് സൈക്കിളിലേക്ക് പഠിക്കാൻ പോവുകയാണ്. അപ്പം ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം വാക്സിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി പ്ലാസ്മോഡിയം വാക്സിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ 2 ഫേസുകളുണ്ട്. ഒരു സെക്ഷൽ ഫേസും അതുപോലെ അസെക്ഷൽ ഫേസും ഉണ്ട്. അപ്പൊ the life cycle of plasmodium vivax involves
includes a sexual phase as well as an asexual phase. The asexual phase is completed within an intermediate host, example man. അതായത് asexual phase എവിടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് മാനിലാണ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി സെക്ഷൽ ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ദാറ്റ് ഈസ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. മനസ്സിലായോ? അസെക്ഷൽ ഫേസ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് മാനിലും സെക്ഷൽ ഫേസ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓർത്ത് വെക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന അക്സെക്ഷൽ ഫേസ് ആണ്. അത് നടക്കുന്നത് എവിടെയാണ്? ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് മാനിലാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഫീമെയിൽ എന്താണ് പ്ലാസ്മോഡിയം വേവ്സിന്റെ അസെക്ഷൽ ഫേസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് അസെക്ഷൽ ഫേസ് എവിടെയാണ് നടക്കുന്നത്? ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയ മാനിലാണ് അസെക്ഷൽ ഫേസ് നടക്കുന്നത് ഓർത്ത് വെക്കുക. ഇനി ഈ അസെക്ഷൽ ഫേസിന് ഒരു എക്സോ എരിത്രോട്ടിക് സൈക്കിളും ഒരു എൻഡോ എരിത്രോസൈറ്റിക് സൈക്കിളും ഉണ്ട്. എന്താണ്? എക്സോ എരിത്രോസൈറ്റിക് സൈക്കിളും എൻഡോ എരിത്രോസൈറ്റിക് സൈക്കിളും എവിടെയാണ്? അസെക്ഷൽ ഫേസിൽ കാണപ്പെടുന്നു. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? പ്ലാസ്മോഡിയം വാക്സിന്റെ അസെക്ഷൽ ഫേസിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? മാൻ ആണ്. ഇനി അവിടെ തന്നെ അസെക്ഷൽ ഫേസിൽ രണ്ട് സൈക്കിളുകൾ ഉൾപ്പെടുന്നുണ്ട്. എക്സോ എരിത്രോസൈറ്റിക് സൈക്കിളും എൻഡോ എരിത്രോസൈറ്റിക് സൈക്കിളും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അതിൽ നമ്മൾ ആദ്യം എക്സോ എരിത്രോസൈറ്റിക് സൈക്കിളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് എക്സോ എരിത്രോസൈറ്റിക് സൈക്കിൾ? ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എക്സോ എരിത്രോസൈറ്റിക് സൈക്കിളില് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ അസെക്ഷൽ ഫേസ് നടക്കുന്നതാണ് മനുഷ്യനാണ് അല്ലെ, മാൻ ആണ് അവിടുത്തെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഒരു മനുഷ്യനെ ബൈറ്റ് ചെയ്യുമ്പോൾ the infected stage of parasite called sporozoids are injected into its blood. അപ്പൊ ഇവിടെ നമ്മൾ അസെക്ഷൽ ഫേസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് മാൻ ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ പോയിന്റ് എന്താണ്? ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഒരു മാനിനെ ബൈറ്റ് ചെയ്താല് എന്ത് സംഭവിക്കുന്നു? ആ പാരസൈറ്റിന്റെ ഇൻഫെക്റ്റഡ് സ്റ്റേജ് ആയ സ്പോറോസൈറ്റുകൾ അയാളുടെ ബ്ലഡിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ എക്സോ എരിത്രോസൈറ്റിക് സൈക്കിൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഒരു മാനെ ബൈറ്റ് ചെയ്താല് ഫീമെയിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ അല്ലെ, അനോഫിലസ് മൊസ്കിറ്റോ ഒരു മാനെ ബൈറ്റ് ചെയ്താല് എന്ത് സംഭവിക്കും? ബൈറ്റ് ചെയ്താല് പാരസിറ്റിക് സ്റ്റേജ് ആയ സ്പോറോസൈറ്റ്, ആ ഇൻഫെക്റ്റഡ് സ്റ്റേജിനെയാണ് സ്പോറോസൈറ്റ് എന്ന്. എന്താണ്? ആ പാരസിറ്റിന്റെ ഇൻഫെക്റ്റഡ് സ്റ്റേജിനെ എന്ത് വിളിക്കുന്നു? സ്പോറോസോയിഡ്. ഇറ്റ് ഈസ് ഇൻഫെക്റ്റഡ് സ്റ്റേജ് ഓഫ് ഇതാണ് എന്താണ് ഇൻഫെക്ട് ചെയ്യുന്ന പകരുന്ന അല്ലെങ്കിൽ സാംക്രമിക രൂപം അല്ലെ, ഇതാണ് ഇൻഫെക്റ്റഡ് സ്റ്റേജ് ഓഫ് ദിസ് പാരസിറ്റ്. ഇതാണ് സ്പോറോസോയിഡ്. These sporocytes are injected into the blood. ബ്ലഡിലേക്കാണ് ഇത് ഇൻജെക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കി എന്താണ്? ഒരു ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ എങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഒരു മാനെ ബൈറ്റ് ചെയ്താല് എന്ത് സംഭവിക്കും? ഈ പാരസൈറ്റിന്റെ ഇൻഫെക്റ്റഡ് സ്റ്റേജ് ആയ സ്പോറോസോയിഡ്സ് ആ മനുഷ്യന്റെ ബ്ലഡിലേക്ക് എത്തിപ്പെടുന്നു. ഇനി സ്പോറോസൈറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദേ ആർ സ്പിൻഡിൽ ഷേപ്ഡ് ബോഡീസ്. അതെന്താണ്? സ്പോറോസോയിഡ്സ് എന്ന് പറയുന്നത് എങ്ങനെ കാണപ്പെടുന്നു? സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. സ്പിൻഡിൽ ഷേപ്ഡ് ബോഡീസ് ആണ്. അതായത് പാരസൈറ്റിന്റെ ഇൻഫെക്റ്റഡ് സ്റ്റേജിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പോറോസോയിഡ്സ് എന്ന്. ഇത് സ്പിൻഡിൽ ഷേപ്ഡ് ബോഡീസ് ആണ്. ഇനി ഈ സ്പിൻഡിൽ ഷേപ്ഡ് ബോഡീസ് ബ്ലഡിൽ എത്തിപ്പെടുമ്പോൾ തന്നെ വേഗം ബ്ലഡിൽ നിന്ന് ലീവ് ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നു? ലിവർ സെല്ലുകളിലേക്ക് എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് എങ്ങോട്ട് പോകുന്നു? ലിവർ സെല്ലിൽ എൻ്റർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ബ്ലഡിലാണ് ഇത് എത്തിച്ചേരുന്നത്. അതിനുശേഷം ഉടനെ തന്നെ ഇത് എങ്ങോട്ട് പോകുന്നു? ലിവർ സെല്ലിലേക്ക് പോകുന്നു. ഇനി അവിടെ ഇരുന്നു കൊണ്ടാണ് they grow rapidly in size and each becomes a spherical body called a schizode. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് റാപ്പിഡ് ആയിട്ട് ഇത് വളരുന്നു. റാപ്പിഡ് ആയിട്ട് ഇത് ഗ്രോ ചെയ്ത് സൈസിൽ വളർന്നിട്ട് ഒരു സ്പിരിക്കൽ ബോഡി ഫോം ചെയ്യുന്നു. അതിനെ ഷൈസോൺ എന്നാണ് പറയുന്നത്. ആ സ്പിരിക്കൽ ബോഡി എന്ത് വിളിക്കുന്നു? ഷൈസോൺ. എന്താണ് സ്പിരിക്കൽ ബോഡി? ഷൈസോൺ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇൻഫെക്റ്റഡ് സ്റ്റേജ് ഓഫ് പാരസൈറ്റ് ഏതാണ്? സ്പോറോസോയിഡ്. അതാണ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ എന്ന് മാന് ബൈറ്റ് കിട്ടുമ്പോൾ മാന്റെ ബ്ലഡിൽ എത്തുന്നത്. എന്താണ് ഇൻഫെക്റ്റഡ് സ്റ്റേജ്? സ്പോറോസോയിഡ്സ്. ഈ സ്പോറോസോയിഡ്സ് എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും. ഇനി അത് ബ്ലഡിൽ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ അത് ബ്ലഡിൽ നിന്ന് ലീവ് ചെയ്തിട്ട് ലിവർ സെല്ലിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ലിവർ സെല്ലിൽ റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്ത് സ്പിരിക്കൽ ബോഡി ആയിട്ട് ഫോം ചെയ്യുന്നു. അതിനെ ഷൈസോണ്ട് എന്ന് പറയുന്നു. ഇനി ഷൈസോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള ന്യൂക്ലിയസ് എന്താണ്? റിപ്പീറ്റഡ് ഡിവിഷൻ അണ്ടർഗോ ചെയ്യുകയും. അപ്പൊ ന്യൂക്ലിയസ് എന്ത് സംഭവിക്കുന്നു? ഇത് സ്പിരിക്കൽ ബോഡി അതിന്റെ ന്യൂക്ലിയസ് ഉണ്ടല്ലേ, ന്യൂക്ലിയസിന് റിപ്പീറ്റഡ് ഡിവിഷൻ നടക്കുന്നു. ന്യൂക്ലിയസ് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം
ഇതിന് ചുറ്റുമുള്ളത് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിന്റെ ഒരു ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസം ഓരോ ന്യൂക്ലിയസിന് ചുറ്റും ഉണ്ടാകുന്നു. അപ്പൊ ന്യൂക്ലിയസ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഡിവിഷൻ ആണ് ചെയ്യുന്നു. അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസം അതിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്നു. ഓരോ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസം കാണപ്പെടുന്നു. ആ ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓരോ ന്യൂക്ലിയസ് അങ്ങനത്തെ ഒരു ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസത്തിൽ ചുറ്റപ്പെട്ട ഓരോ ന്യൂക്ലിയസിനെയും ക്രിപ്റ്റോമീറോസോയിഡ്സ് എന്ന് വിളിക്കുന്നു. ക്രിപ്റ്റോമീറോസോയിഡ്സ്. ക്രിപ്റ്റോമീറോസോയിഡ്സ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ ഷൈസോണ്ട് അത് എന്താണ്? സ്പോറോസോയിഡ് റാപ്പിഡായിട്ട് വന്നിട്ട് സ്പിരിക്കൽ ബോഡി ആയിട്ട് പോകുന്നു. അതിനെ ഷൈസോണ്ട് എന്ന് പറയും. അതിനുശേഷം ന്യൂക്ലിയസ് റിപ്പീറ്റഡ് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഓരോ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസം കാണപ്പെടുന്നു. അപ്പൊ അതിനെ എന്ത് വിളിക്കും? ക്രിപ്റ്റോമീറോസോയിഡ്സ് എന്ന് വിളിക്കും. ന്യൂക്ലിയസ് റിപ്പീറ്റ് ഡിവൈഡ് ചെയ്ത ശേഷം ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സറൗണ്ട് ചെയ്ത് ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസം കാണുന്നു. അതിനെ എന്ത് വിളിക്കും? ക്രിപ്റ്റോമീറോസോയിഡ്സ് എന്ന് വിളിക്കും. ഇനി ലിവർ സെല്ലുകളിലാണ് ഇത് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ലിവർ സെല്ല് ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ ക്രിപ്റ്റോമീറോസോയിഡ്സുകൾ എങ്ങോട്ട് പോകുന്നു? ലിവർ സൈനുസോയിഡ്സിലേക്ക് പോകുന്നു. അപ്പൊ ക്രിപ്റ്റോമീറോസോയിഡ്സുകൾ ലിവർ സെല്ലുകൾ ബേസ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്രിപ്റ്റോമീറോസോയിഡ്സുകൾ ലിവർ സൈനുസോയിഡ്സിൽ പോകുന്നു. അപ്പൊ ലിവർ സെല്ലുകൾ ബേസ്റ്റ് ചെയ്യുമ്പോൾ ക്രിപ്റ്റോമീറോസോയിഡ്സുകൾ ലിവർ സൈനുസോയിഡ്സിൽ പോവുകയും ഇനി ക്രിപ്റ്റോമീറോസോയിഡ്സ് ആദ്യം പുതിയ ഫ്രഷ് ലിവർ സെല്ലിനെ കയറി പോയിട്ട് അവിടെ ഇരുന്ന് വളരുകയും ചെയ്യുന്നു. അപ്പൊ ലിവർ സൈനുസോയിഡ്സിൽ പോയിട്ട് എന്ത് ചെയ്യും? അത് ഫ്രഷ് ലിവർ സെല്ലിലേക്ക് എത്തിച്ചേരുന്നു. ലിവർ സെല്ലിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് അത് എന്തായിട്ട് മാറുന്നു? മെറ്റാക്രിപ്റ്റോസോയിഡ്സ് ആയിട്ട് മാറുന്നു. എന്താണ്? മെറ്റാക്രിപ്റ്റോസോയിഡ്സ്. അപ്പൊ ലിവർ സെല്ല് ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ ക്രിപ്റ്റോമീറോസോയിഡ്സ് ലിവർ സൈനുസോയിഡ്സിൽ പോവുകയും അവിടെ അതിനുശേഷം ഈ ക്രിപ്റ്റോമീറോസോയിഡ്സ് എന്ത് ചെയ്യുന്നു? ഫ്രഷ് ലിവർ സെല്ലിലേക്ക് എത്തിച്ചേരുകയും അപ്പോ അതെന്തായിട്ട് മാറും? അവിടെ നിന്ന് പറഞ്ഞ് മെറ്റാക്രിപ്റ്റോസോയിഡ്സ് ആയിട്ട് മാറും. ദേ ഗ്രോ ഇൻടു മെറ്റാക്രിപ്റ്റോസോയിഡ്സ്. ഇനി മെറ്റാക്രിപ്റ്റോസോയിഡ്സ് മറ്റൊരു ഫ്രഷ് ലിവർ സെല്ലിനെ ഇൻഫെക്ട് ചെയ്ത് ബ്ലഡ് സ്ട്രീമിൽ അല്ലെങ്കിൽ റീഇൻഫെക്ട് ചെയ്യുകയോ ബ്ലഡ് സ്ട്രീമിലേക്ക് എന്ത് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പൊ ഈ ലിവർ സെല്ല് ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ക്രിപ്റ്റോമീറോസോയിഡ്സ് ലിവർ സൈനുസോയിഡ്സിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഫ്രഷ് ലിവർ സെല്ലിലേക്ക് കയറുന്നു. ആ ഫ്രഷ് ലിവർ സെല്ലിൽ നിന്ന് വളർന്നുകൊണ്ട് അത് മെറ്റാക്രിപ്റ്റോസോയിഡ്സ് ആയിട്ട് മാറുന്നു. ഇത് ഒന്നെങ്കിൽ എന്ത് ചെയ്യും? മറ്റൊരു ഫ്രഷ് ലിവർസിനെ റീഇൻഫെക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബ്ലഡ് സ്ട്രീമിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ഇത്രയാണ് എക്സോ എരിത്രോസൈറ്റിക് സൈക്കിളിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എവിടെയാണ്? ബ്ലഡിന് പുറത്ത് നടക്കുന്നതാണ്. അപ്പൊ എക്സോ എരിത്രോസൈറ്റിക് സൈക്കിൾ എന്തൊക്കെയാണ് നടക്കുന്നത്? അസെക്ഷൽ ഫേസിൽ രണ്ട് സൈക്കിൾ ഉണ്ട്. എക്സോ എരിത്രോസൈറ്റിക് സൈക്കിൾ, എൻഡോ എരിത്രോസൈറ്റിക് സൈക്കിൾ. ഇതിൽ നമ്മൾ എക്സോ എരിത്രോസൈറ്റിക് ആണ് ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അസെക്ഷൽ ഫേസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരാണ്? മാൻ ആണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി മാനിന് ഇൻഫെക്ഷൻ കിട്ടുന്നത് ഒരു ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ എന്നാണ്. അപ്പൊ മാനിന് ബൈറ്റ് കിട്ടുമ്പോൾ ആ മാനിന്റെ ബ്ലഡിലേക്ക് എൻട്രി ചെയ്യുന്നത് പാരസൈറ്റിന്റെ ഇൻഫെക്റ്റഡ് സ്റ്റേജ് സ്പോറോസോയിറ്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അപ്പൊ ഇൻഫെക്റ്റഡ് സ്റ്റേജ് ഏതാണ്? പാരസൈറ്റിന്റെ സ്പോറോസോയിറ്റ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാംക്രമിക രൂപം ഏതാണ്? സ്പോറോസോയിറ്റ്. ഇനി ഈ സ്പോറോസോയിറ്റുകൾ സ്പിൻഡിൽ ഷേപ്പ് ബോഡീസ് ആണ്. ഇത് എവിടെ എത്തിച്ചേരുന്നു? ഇത് ബ്ലഡ് സ്ട്രീമിൽ നിന്ന് നേരെ ബ്ലഡിലേക്ക് പോകും. അവിടെ നിന്ന് വേഗം എവിടെ പോകുന്നു? ലിവർ സെല്ലിലേക്ക് പോകുന്നു. ഇനി ലിവർ സെല്ലിൽ ഇരുന്നുകൊണ്ട് ഇത് റാപ്പിഡായിട്ട് വളരുന്നു. വേഗം വളർന്നിട്ട് സ്പിരിക്കൽ ബോഡി ഫോം ചെയ്യുന്നു. അതിനെയാണ് ഷൈസോണ്ട് എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയസും റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സറൗണ്ട് ചെയ്തൊരു ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസം ഉണ്ടാകുന്നു. അതിനെയാണ് ക്രിപ്റ്റോമീറോസോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ലിവർ സെല്ലുകൾ ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ ക്രിപ്റ്റോമീറോസോയിഡ്സുകൾ ലിവർ സൈനുസോയിഡ്സിൽ എത്തിച്ചേരുകയും അവിടെ ഇരുന്നുകൊണ്ട് ഫ്രഷ് ലിവർ സെല്ലുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ അത് അവിടെ ഇരുന്ന് വളർന്നുകൊണ്ട് എന്തായിട്ട് മാറുന്നു? മെറ്റാക്രിപ്റ്റോസോയിഡ്സ് ആയിട്ട് മാറുന്നതാണ്. മെറ്റാക്രിപ്റ്റോസോയിഡ്സ് ആയിട്ട് മാറും. അതിനുശേഷം അത് ഒന്നെങ്കിൽ ഫ്രഷ് ലിവർ സെല്ലുകളെ റീഇൻഫെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബ്ലഡ് സ്ട്രീമിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ എക്സോ എരിത്രോസൈറ്റിക് സൈക്കിളിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻഡോ എരിത്രോസൈറ്റിക് സൈക്കിൾ എങ്ങനെയാണ്. അപ്പൊ എൻഡോ എരിത്രോസൈറ്റിക് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ പറയുന്ന മെറ്റാക്രിപ്റ്റോസോയിഡ്സ് എവിടെ എൻട്രി ചെയ്താണ്? ബ്ലഡ് സ്ട്രീമിൽ എൻട്രി ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. Within the erythrocytes, the metacryptozoites feed on the contents of RBCs and grow in size. അതായത് ഈ പറയുന്ന ബ്ലഡ് സ്ട്രീമിലേക്ക് എരിത്രോസൈറ്റ്സിലേക്ക് ചേരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ മെറ്റാക്രിപ്റ്റോസോയിഡ്സ് RBCയുടെ കണ്ടന്റിനെ ഫീഡ് ചെയ്ത് അവിടെ ഇരുന്ന് വലുതാവും. മനസ്സിലായോ? ആർബിയുടെ കണ്ടന്റ് ബ്ലഡ് സ്ട്രീമിൽ എത്തിച്ചേരാൻ എരിത്രോസൈറ്റ്സിൽ എത്തിച്ചേരും. അപ്പൊ എരിത്രോസൈറ്റ്സിനുള്ളിൽ ഇരുന്ന് എന്ത് ചെയ്യും?
ഈ മെറ്റാക്രിപ്റ്റോസോയിഡ്സുകൾ എന്താകും, എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും, RBC കണ്ടന്റ്സിനെ ഫീഡ് ചെയ്ത് അവിടെ നിന്ന് വളരും. അങ്ങനെ ഫീഡിങ് ആൻഡ് ഗ്രോയിങ് സ്റ്റേജ് ഓഫ് പാരസൈറ്റിനെ ആ ഒരു സ്റ്റേജിൽ വിളിക്കുന്നത് ട്രോപ്പോസോയിറ്റ് എന്നാണ്. അപ്പൊ എന്താണ് മെറ്റാക്രിപ്റ്റോസോയിഡ്സ് RBC ഇരുന്ന് ഫീഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, RBC ഇരുന്ന് ഫീഡ് ചെയ്യും, RBCയുടെ കണ്ടന്റ്സിനെ ഫീഡ് ചെയ്ത് വളർന്നിട്ട് എന്തായിട്ട് മാറും, ട്രോപ്പോസോയിറ്റ് ആയിട്ട് മാറും. എന്താണ് ട്രോപ്പോസോയിറ്റ് ആയിട്ട് മാറും. എന്താണ് the feeding and growing stage of the parasite at this stage is known as trophozoite. ഈ സ്റ്റേജിലെ പാരസൈറ്റിനെ ഫീഡിങ് ആൻഡ് ഗ്രോയിങ് സ്റ്റേജിനെ എന്ത് വിളിക്കും, ട്രോപ്പോസോയിറ്റ് എന്ന് വിളിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ടത് മെറ്റാക്രിപ്റ്റോസോയിഡ്സുകൾ എവിടെ എത്തുന്നു, എരിത്രോസൈറ്റുകൾ എത്തുമ്പോൾ അത് RBCയുടെ കണ്ടന്റിനെ ഫീഡ് ചെയ്ത് ഗ്രോ ചെയ്യുന്നു. ദിസ് ഫീഡിങ് ആൻഡ് ഗ്രോയിങ് സ്റ്റേജ് ഓഫ് ദി പാരസൈറ്റ് ഈസ് നോൺ ആസ് ട്രോപ്പോസോയിറ്റ്. അതാണ് ട്രോപ്പോസോയിറ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു പ്രോമിനന്റ് വാക്യൂള് ഈ സൈറ്റോപ്ലാസത്തിൽ ഡെവലപ്പ് ചെയ്യും, അത് ന്യൂക്ലിയസിനെ ഒരു വശത്തേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഈ ട്രോപ്പോസോയിറ്റ് സ്റ്റേജിലാകുമ്പോൾ അവിടെ ഒരു വാക്യൂൾ പ്രസന്റ് ആവും. ആ വാക്യൂള് സൈറ്റോപ്ലാസത്തിനെ ഒരു പോർഷനിലേക്ക്, ഒരു സൈഡിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകും. ആ സ്റ്റേജിനെയാണ് സിഗ്നന്റ് റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. സിഗ്നന്റ് റിംഗ് സ്റ്റേജ്. ഈ സിഗ്നന്റ് റിംഗ് സ്റ്റേജിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന ഒരു വാക്യൂൾ, പ്രോമിനന്റ് ഒരു വാക്യൂൾ ഉണ്ടാകുന്നു. ആ വാക്യൂള് സൈറ്റോപ്ലാസത്തിനെ ഒരു വശത്തേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്നതാണ് സിഗ്നന്റ് റിംഗ് സ്റ്റേജ് എന്ന് ഓർത്തു വെക്കുക. ഇനി കുറച്ച് വളർന്ന ശേഷം ഈ വാക്യൂള് ഡിസപ്പിയർ ചെയ്യുകയും പാരസൈറ്റ് അമീബോയിഡ് സ്റ്റേജിൽ എത്തുകയും ചെയ്യുന്നു. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നു, വാക്യൂള് ഡിസപ്പിയർ ചെയ്തു. അപ്പം പാരസൈറ്റ് ഏത് സ്റ്റേജിൽ വന്നു, അമീബോയിഡ് സ്റ്റേജിലേക്ക് എത്തിയെന്നും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് മെറ്റാക്രിപ്റ്റോസോയിഡ്സ് എരിത്രോസൈറ്റ്സിനകത്തിരുന്ന് RBCയുടെ കണ്ടന്റ്സിനെ ഫീഡ് ചെയ്യുന്നു, അവിടെ നിന്ന് വളരുന്നു. അപ്പൊ ആ വളരുന്ന ഫീഡ് ചെയ്യുന്ന RBCയുടെ കണ്ടന്റ് ഫീഡ് ചെയ്ത് വളരുന്ന ആ സ്റ്റേജിനെ, പാരസൈറ്റിക് സ്റ്റേജിനെ ട്രോപ്പോസോയിറ്റ് എന്നാണ് പറയുന്നത്. ഇനി ട്രോപ്പോസോയിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ അകത്തൊരു ന്യൂക്ലിയസ് അതിന്റെ അകത്തൊരു വാക്യൂൾ ഫോം ചെയ്യും, പ്രോമിനന്റ് വാക്യൂൾ ഫോം ചെയ്യും. ഈ പ്രോമിനന്റ് വാക്യൂൾ സൈറ്റോപ്ലാസത്തിനെ ഒരു സൈഡിലേക്ക് പുഷ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജ്, ആ ഒരു പാരസൈറ്റിക് സ്റ്റേജിനെയാണ് സിഗ്നന്റ് റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. ഇനി കുറച്ചുകൂടെ വളർച്ച എത്തുമ്പോഴത്തേക്കും ആ വാക്യൂൾ ഡിസപ്പിയർ ചെയ്യും. ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്നത് അമീബോയിഡ് സ്റ്റേജ് ആണ് കൂടെ ഓർത്തു വെക്കുക. The vacuole disappears and the parasite assumes an amoeboid stage. ഇനി ആ പാരസൈറ്റ് അമീബോയിഡ് സ്റ്റേജിൽ എത്തിയിരിക്കുന്ന സമയത്ത് പാരസൈറ്റ്സിന് ധാരാളം ഗ്രാന്യൂൾസ് ഉണ്ടാകുന്നു. എന്താണ്, ഹീമോസോയിൽ എന്ന ഗ്രാന്യൂൾസ് ആണ് ഉണ്ടാകുന്നത്. ഗ്രാന്യൂൾസ് ഓഫ് ഹീമോസോയിൽ. അപ്പൊ അത് എവിടെ നിന്നായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെ, ബ്ലഡിലെ ഹീമോഗ്ലോബിനിൽ നിന്നാണ് ഈ ഗ്രാന്യൂൾസ് പ്രസന്റ് ആവുന്നത്. അപ്പൊ ഹീമോസോയിൽ എന്ന് പറയുന്ന എന്താണ് ഗ്രാന്യൂൾസ് എവിടെ ഉണ്ടാകുന്നു, ഈ പാരസൈറ്റിൽ ഉണ്ടാകുന്നു. ഈ ഹീമോസോയിൻ എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, ബ്ലഡിലെ അല്ലെങ്കിൽ എരിത്രോസൈറ്റിലെ ഹീമോഗ്ലോബിൻ എന്നാണ് ഹീമോസോയിൻ എന്ന് പറയുന്ന ഈ ഗ്രാന്യൂൾസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ദ പാരസൈറ്റ്സ് അക്യുമുലേറ്റ്സ് ന്യൂമറസ് ഗ്രാന്യൂൾസ് ഓഫ് ഹീമോസോയിൻ which are derived from the hemoglobin of erythrocytes. എരിത്രോസൈറ്റിന്റെ ഹീമോഗ്ലോബിനിൽ നിന്നും ഡിറൈവ് ചെയ്ത ഹീമോസോയിൽ ഗ്രാന്യൂൾസ് എവിടെ കാണപ്പെടുന്നു, പാരസൈറ്റ്സിന്റെ അമീബോയിഡ് സ്റ്റേജിൽ കാണപ്പെടുന്നു ഓർത്തു വെക്കാം. ഇനി ഇറ്റ് ബിക്കംസ് റൗണ്ടഡ് ആൻഡ് ഗെറ്റ്സ് റെഡി ഫോർ മൾട്ടിപ്പിൾ ഡിഫിഷൻ. അപ്പം അത് പിന്നെ എന്ത് ചെയ്യുന്നു, റൗണ്ടഡ് ആയിട്ട് മൾട്ടിപ്പിൾ ഫിഷന് റെഡി ആകുന്നു. അപ്പൊ റൗണ്ടഡ് സ്റ്റേജിന് അതിനെ പിന്നെ വിളിക്കുന്നത് ഷൈസോണ്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ റൗണ്ടഡ് സ്റ്റേജ് വരുമ്പോൾ അതിനെ എന്ത് വിളിക്കും, ഷൈസോണ്ട്. എന്താണ്, ഈ പാരസൈറ്റ് എന്ത് ചെയ്യുന്നു, റൗണ്ടഡ് സ്റ്റേജിലേക്ക് വരുന്നു. അപ്പൊ അതിനെ ഷൈസോണ്ട് എന്നാണ് വിളിക്കുന്നത് ഓർത്തു വയ്ക്കുക. അപ്പം ഇത്രയാണ് നമ്മൾ ഇനി പറയാനുള്ളത്. അപ്പൊ നമ്മൾ റൗണ്ടഡ് സ്പിരിക്കൽ ബോഡിനകത്ത് ഷൈസോൺ പറയില്ലേ, അപ്പൊ ഇവിടെ എന്താണ്, ഈ പാരസൈറ്റ്സിലെ ന്യൂമറസ് ഗ്രാന്യൂൾസ്, ഹീമോസോയിന്റെ ന്യൂമറസ് ഗ്രാന്യൂൾസ് കാണപ്പെടുന്നു. ആ ഹീമോസോയിന്റെ ന്യൂമറസ് ഗ്രാന്യൂൾസ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, എരിത്രോസൈറ്റിലെ ഹീമോഗ്ലോബിൻ ആണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി അത് മൾട്ടിപ്പിൾ ഫിഷന് വേണ്ടി റെഡിയാകുന്നു. അതിന്റെ ഭാഗമായിട്ട് അത് റൗണ്ടഡ് സ്റ്റേജിലേക്ക് എത്തുന്നു. അപ്പൊ അതിൽ എന്ത് വിളിക്കുന്നു, അതിനെ ഷൈസോണ്ട് എന്ന് വിളിക്കുന്നു. ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അതിനെ ഷൈസോണ്ട് എന്ന് വിളിക്കുന്നു. ഈ ഇൻഫെക്റ്റഡ് ആയ എരിത്രോസൈറ്റുകൾ ഈ സ്റ്റേജിൽ, അപ്പൊ ഇവിടെ ഈ എരിത്രോസൈറ്റ് എന്താണ്, ഇൻഫെക്ഷൻ ഉണ്ട്, കാരണം ആ പാരസൈറ്റ് ഇതിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇൻഫെക്റ്റഡ് എരിത്രോസൈറ്റ് ഈ സ്റ്റേജില് ധാരാളം യെല്ലോയിഷ് ഓറഞ്ച് ഗ്രാന്യൂൾസിനെ കാണിക്കുന്നു. അതിനെയാണ് ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫെക്റ്റഡ് എരിത്രോസൈറ്റ്സുകളിൽ കാണപ്പെടുന്ന
നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പാരസൈറ്റ്സിനാണ് ന്യൂമറസ് ഗ്രാനുൾസ് ഓഫ് ഹീമോസോയിൻ കാണുന്നത്. അത് എറിത്രോസൈറ്റ്സിൽ നിന്ന് ഹീമോഗ്ലോബിൻ ഡിറൈവ് ചെയ്താണ്. ഈ എറിത്രോസൈറ്റിൽ ഇൻഫെക്റ്റഡ് ആയി കഴിയുമ്പോൾ അതിന് യെല്ലോയിഷ് അല്ലെങ്കിൽ ഓറഞ്ച് ഗ്രാനുൾസ് കാണുന്നു. അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എറിത്രോസൈറ്റ്സ് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റ്സിൽ എന്ത് കാണുന്നു? യെല്ലോയിഷ് ഓറഞ്ച് ഗ്രാനുൾസ് കാണുന്നു. ഓറഞ്ച് ഗ്രാനുൾസ് കാണുന്നു. അപ്പൊ അതിനെ എന്ത് വിളിക്കും? ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്നതാണ് ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഷഫ്നേഴ്സ് ഡോട്ട്സ്. ഷഫ്നേഴ്സ് ഡോട്ട്സ്. അതായത് ഇൻഫെക്റ്റഡ് ആയ RBC അതിന്റെ അകത്ത് കാണപ്പെടുന്ന ഗ്രാനുൾസ് എങ്ങനെയിരിക്കും? യെല്ലോ ഓർ ഓറഞ്ച് ഗ്രാനുൾസ് ആയിരിക്കും കാണപ്പെടുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആ ഒരു സ്റ്റേജിനെ എന്ത് വിളിക്കും? ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് വിളിക്കും. SHUFFNER ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് വിളിക്കും. അപ്പൊ ഇൻഫെക്റ്റഡ് സ്റ്റേജിൽ ഇരിക്കുന്ന RBCയെ വിളിക്കുന്ന പേരാണ് ഷഫ്നേഴ്സ് ഡോട്ട്സ്. ഇൻഫെക്റ്റഡ് RBCയിൽ എന്ത് കാണുന്നു? എറിത്രോസൈറ്റ്സിൽ എന്ത് കാണുന്നു? ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റ്സിൽ ആണ് ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് വിളിക്കുന്നു. കാരണം അതിൽ യെല്ലോസ് അല്ലെങ്കിൽ ഓറഞ്ച് ഗ്രാനുൾസ് പ്രസന്റ് ആണ്. അപ്പൊ ആ ഒരു ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റിന്റെ സ്റ്റേജിനെ എന്ത് വിളിക്കും? ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് വിളിക്കും. അത്രയാണ് നമ്മൾ ആദ്യം ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? ഷൈസോണിന്റെ സ്റ്റേജിൽ വന്നിരിക്കുകയാണ് അല്ലെ? റൗണ്ടഡ് സ്റ്റേജിൽ റൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്നു, മൾട്ടിപ്പിൾ ഡിവിഷനിൽ തയ്യാറാകുന്നു. അതിനുശേഷമാണ് ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റ് ധാരാളം ഗ്രാനുൾസ് യെല്ലോ ഓറഞ്ച് ഗ്രാനുൾസ് ആയിട്ട് പ്രസന്റ് ആവുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജിനെ എന്ത് വിളിക്കും? ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് വിളിക്കും. ഇനി ഷൈസോണ്ട് ആയിരിക്കുകയാണ്. ഇപ്പം ഷൈസോണ്ട് ഷൈസോഗമി അണ്ടർഗോ ചെയ്യുന്നതാണ്. ഷൈസോഗമി അണ്ടർഗോ ചെയ്യുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഡിവിഷനും സൈറ്റോപ്ലാസം ഡിവിഷനും നടക്കുന്നു. അപ്പൊ ഷൈസോണ്ടിൽ എന്തുണ്ടാകുന്നു? ഷൈസോഗമി അണ്ടർഗോ ചെയ്യുന്നു. അപ്പൊ ഷൈസോണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതെ, നമ്മൾ പറഞ്ഞു ഗ്രാനുൾസ് ഒക്കെ ഫോം ചെയ്തതിനു ശേഷം അതൊരു സ്റ്റേജ് വന്നു ഷൈസോണ്ട് അല്ലെ. ഇനി മൾട്ടിപ്പിൾ ഫിഷൻ റെഡിയായി നിൽക്കുന്നു. അപ്പൊ ആ ഇൻഫെക്റ്റ് സ്റ്റേജ് എറിത്രോസൈറ്റിനെയാണ് നമ്മൾ ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് പറഞ്ഞത്. അത് എറിത്രോസൈറ്റ്സിനെയാണ് പറഞ്ഞത്. ഇനി ഇവിടെ മനസ്സിലാക്കുക എന്താണ്? ഷൈസോണ്ട് ഷൈസോഗമി അണ്ടർഗോ ചെയ്യുന്നു. ഷൈസോഗമി എന്താണ്? ഷൈസോഗമി എന്ന് പറയുന്നത് ഷൈസോഗമി എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ന്യൂക്ലിയർ ഡിവിഷൻ ഫോളോഡ് ബൈ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. അപ്പൊ ഷൈസോഗമി മീൻസ് റിപ്പീറ്റഡ് ന്യൂക്ലിയർ ഡിവിഷൻ. ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കുന്നു അല്ലെ? ന്യൂക്ലിയസ് ഡിവിഷൻ അതുപോലെ തന്നെ സൈറ്റോപ്ലാസവും അതിനോടൊപ്പം ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഷൈസോഗമി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഷൈസോഗമി നടക്കുന്നു. ഷൈസോഗമി നടക്കും. ഷൈസോണ്ട് എന്ത് ചെയ്യുന്നു? ഷൈസോഗമി അണ്ടർഗോ ചെയ്യുന്നു. ഇനി അതിന്റെ ഭാഗമായിട്ട് മീറോസോയിഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഷൈസോഗമി അണ്ടർഗോ ചെയ്ത് മീറോസോയിഡ്സുകൾ ഫോം ചെയ്യുന്നു. ഇതാണ് മീറോസോയിഡ്സുകൾ ഫോം ചെയ്യുന്നു. ഷൈസോഗമി റിപ്പീറ്റഡ് ന്യൂക്ലിയർ ഡിവിഷൻ അതുപോലെ തന്നെ സൈറ്റോപ്ലാസം ഡിവിഷൻ ആണ് ഷൈസോഗമി എന്ന് പറയുന്നത്. അപ്പൊ ഷൈസോഗമി അണ്ടർഗോ ചെയ്ത് മീറോസോയിഡ്സുകൾ ഉണ്ടാക്കുന്നു, മീറോസോയിഡ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ മീറോസോയിഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എറിത്രോസൈറ്റ് ബേസ്റ്റ് ചെയ്യുന്നു. എന്താണ്? എറിത്രോസൈറ്റ് ബേസ്റ്റ് ചെയ്ത് ഇത് എന്ത് ചെയ്യും? ഈ മീറോസോയിഡ്സ് എല്ലാം ബ്ലഡ് പ്ലാസ്മയിലേക്ക് റിലീസ് ഔട്ട് ചെയ്യും. അപ്പൊ എറിത്രോസൈറ്റുകൾ ബേസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മീറോസൈറ്റുകളെ പ്ലാസ്മയിലേക്ക് ലിബറേറ്റ് ചെയ്യുന്നു. ഇനി അത് എന്ത് ചെയ്യും? അവിടെ ഇരുന്നുകൊണ്ട് അടുത്ത എറിത്രോസൈറ്റിലേക്ക്, ഫ്രഷ് ആയിട്ടുള്ള എറിത്രോസൈറ്റിലേക്ക് കയറുന്നു. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ റിപ്പീറ്റേഷൻ ആണ് എൻഡോഎറിത്രോപിക് സൈക്കിള് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായ? ഷൈസോകൊണ്ട് ഷൈസോഗമി അണ്ടർഗോ ചെയ്യുന്നു. അതിനുശേഷം അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന മീറോസോയിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മീറോസോയിറ്റുകള് എറിത്രോസൈറ്റ് ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക്, അതായത് പ്ലാസ്മയിലേക്ക് വരികയും അവിടെ നിന്ന് അടുത്ത ഫ്രഷ് ആയിട്ടുള്ള എറിത്രോസൈറ്റുകളെ ഇൻഫെക്ട് ചെയ്യുന്നു, അതിലേക്ക് എൻറ്റർ ചെയ്യുന്നു. അങ്ങനെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ പ്ലാസ്മോഡ് റിപ്പീറ്റഡ് ദിസ് എറിത്രോസിസ് സൈക്കിൾ എവറി 48 hours എന്ന് ഓർത്ത് വെക്കാം. ഈ പ്ലാസ്മോഡ് ഈ പറയുന്ന എറിത്രോസൈറ്റിക് സൈക്കിള് ഓരോ 48 മണിക്കൂറും റിപ്പീറ്റ് ചെയ്യുന്നു. എവറി 40 hours റിപ്പീറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? പ്ലാസ്മോഡ് ഈ എറിത്രോസൈറ്റിക് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ 48 hours മനസ്സിലാക്കുക. ഇനി മീറോസൈറ്റുകൾ സഡൻ ആയിട്ട് എറിത്രോസൈറ്റിലേക്ക് ബേസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. അതിനോടൊപ്പം ചില ടോക്സിക് വേസ്റ്റുകളും പോകുമ്പോൾ എന്ത് സംഭവിക്കും? പേഷ്യൻസില് ചില്ലും ഫീവറും ഉണ്ടാകുന്നു. അപ്പൊ മീറോസൈറ്റുകൾ സഡൻ ആയിട്ടാണ് എറിത്രോസൈറ്റിലേക്ക് ബേസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. മീറോസൈറ്റുകൾ അതുപോലെ തന്നെ ചില ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റുകൾ എറിത്രോസൈറ്റിലേക്ക് എറിത്രോസൈറ്റ് ബേസ്റ്റ് ആവുന്നതനുസരിച്ച് ബ്ലഡ് പ്ലാസ്മയിലേക്ക് ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫീവറും ചില്ലും ഒക്കെ ഉണ്ടാകുന്നു. പേഷ്യന്റിന് ഫീവറും ചില്ലും ഒക്കെ ഉണ്ടാകുന്നു.
നമ്മൾ മനസ്സിലായ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയ മനുഷ്യരിലാണ് ഈ പറയുന്ന സ്റ്റേജ് നടക്കുന്ന അസെക്ഷണൽ ഫേസ് അല്ലെ. അതിൽ പറയുന്ന എക്സോ എറിത്രോസൈറ്റിക് സൈക്കിൾ നമ്മൾ പഠിച്ചു. ഇപ്പൊ പഠിക്കുന്നത് എൻഡോ എറിത്രോസൈറ്റിക് സൈക്കിൾ ആണ്. അപ്പൊ എൻഡോ എറിത്രോസൈറ്റിക് നമ്മൾ പറഞ്ഞു എന്താണ്, ഓരോ പ്ലാസ്മ വേവ്സിന് ഓരോ 48 hours ഈ എറിത്രോസൈറ്റിക് സൈക്കിൾ എന്താണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു മനസ്സിലാക്കുക. ഇനി മീറോസോൾസ് റിലീസ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫീവറും ചിന്നും പേഷ്യൻസിന് ഉണ്ടാകുന്നു. ഇനി ഒരു ഇൻഫെക്റ്റഡ് മാൻ സിംറ്റംസ് ഫോർ എ പീരിയഡ് ഓഫ് ഇൻഫെക്ഷൻ സ്പോറോസൈറ്റ്സിന് എക്സിബിറ്റ് ചെയ്യില്ല. ഒരു ഇൻഫെക്റ്റഡ് മാൻ ഡസ് നോട്ട് എക്സിബിറ്റ് എനി സിംറ്റംസ് ഓഫ് മലേറിയ ഫോർ എ പീരിയഡ് ഓഫ് ഇൻഫെക്ഷൻ ബൈ സ്പോറോസൈറ്റ്സ്. അപ്പൊ സ്പോറോസൈറ്റ്സിൽ ഒരു ഇൻഫെക്ഷൻ ഒരു മാൻ ഉണ്ടാകുകയാണെങ്കിൽ ഇൻഫെക്റ്റഡ് മാൻ കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യും, അതിന്റെ സിംറ്റംസ് പുറത്തേക്ക് കാണിക്കില്ല. പിന്നെ ആ മലേറിയ സിംറ്റം ഇൻഫെക്ഷന് ശേഷം കാണുന്നു, അത് ആ ഇൻഫെക്ഷന് ശേഷമാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ആ മലേറിയ സിംറ്റം ഇൻഫെക്ഷന് ശേഷം എക്സ്പ്രഷൻ നടക്കുന്ന ആ ടൈമിനെ പിടിക്കുന്ന പേരാണ് ഇൻക്യുബേഷൻ പീരീഡ്. അപ്പൊ സ്പോറോസൈറ്റ്സിന്റെ ഇൻജക്ഷൻ സമയത്ത് ഒരു മാനില് ഇതിന്റെ ഒരു സിംറ്റംസും കാണിക്കില്ല. പക്ഷേ ആ ഒരു പീരീഡ് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇൻഫെക്ഷന്റെ സ്റ്റേജിൽ നമ്മൾ എത്തുന്ന സമയത്താണ് എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടാണ് ഈ എക്സ്പ്രഷൻ പുറത്തേക്ക് കാണിക്കുന്നത്. അപ്പൊ ടൈം ടേക്ക് ഓഫ് എക്സ്പ്രഷൻ മലേറിയ സിംറ്റം ആഫ്റ്റർ ഇൻഫെക്ഷൻ ഈസ് ഇൻക്യുബേഷൻ പീരീഡ്. അപ്പൊ ഇൻഫെക്ഷൻ കിട്ടി അത് സ്പോറോസോയിഡ്സുകൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ എന്താണ് മാൻ ഇൻഫെക്ഷന്റെ സിംറ്റംസ് ഒന്നും കാണിക്കില്ല. പക്ഷെ എന്താണ് ഒരു ടൈം പീരീഡ് ആ എക്സ്പ്രഷൻ പുറത്തേക്ക് കാണിക്കുന്ന മലേറിയ സിംറ്റം പുറത്തേക്ക് കാണിക്കുന്ന ആ ടൈം പീരീഡിനെയാണ് എന്ത് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 14 days ആണ് ഓർത്തു വെക്കുക. അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞ പ്ലാസ്മോഡിയത്തിന് ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 14 days. ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 14 days. ആദ്യം മനസ്സിലാക്കിയത് എന്താണ്? എറിത്രോസൈറ്റിക് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നത് എവരി 48 hours ആണെന്ന് പറഞ്ഞു. ഇനി ഈ ഒരു ഇൻഫെക്റ്റഡ് മാനില് ആദ്യം സ്പോറോസൈറ്റ്സ് സ്റ്റേജ് ആണ് കാണപ്പെടുന്നത് അല്ലെ. ആ ഒരു സമയത്ത് മാൻ എന്ത് ചെയ്യുന്നില്ല, ആ മനുഷ്യനില് ഈ പറയുന്ന മലേറിയ സിംറ്റംസ് ഒന്നും പ്രകടമാകില്ല. ബട്ട് ആഫ്റ്റർ എ ടൈം പീരീഡ്, അതായത് ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോൾ 14 days ആണ് ഇൻക്യുബേഷൻ പീരീഡ്. അതിനുശേഷമാണ് മലേറിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടായ സിംറ്റംസ് കാണാൻ സാധിക്കുന്നത്. ഇനി മലേറിയ സിംറ്റംസ് അല്ലെങ്കിൽ ആ ഇൻക്യുബേഷൻ പീരീഡ് മലേറിയ സിംറ്റംസ് എക്സ്പ്രസ് ചെയ്യുന്ന ഇൻക്യുബേഷൻ പീരീഡ്. അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 14 days ആണ് ഓർത്തു വെക്കുക. ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 14 days ആണ് ഓർത്തു വെക്കുക. അപ്പൊ എൻഡോ എറിത്രോസൈറ്റിക് സൈക്കിൾ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അതായത് എറിത്രോസൈറ്റുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആരാണ് എറിത്രോസൈറ്റിൽ എത്തിക്കഴിഞ്ഞത്? മെറ്റാക്രിപ്റ്റോസോയിറ്റുകളാണ് എറിത്രോസൈറ്റിൽ എത്തിക്കഴിഞ്ഞത്. അതിനുശേഷം അത് ആർബിസിലെ കണ്ടന്റ്സിനെ ഫീഡ് ചെയ്യുന്നു അല്ലെ. ആർബിസിലെ കണ്ടന്റ്സ് ഫീഡ് ചെയ്യുന്നു. അത് ആ കണ്ടന്റിനെ ഫീഡ് ചെയ്തു ഗ്രോ ചെയ്യുന്ന ആ സ്റ്റേജ് പാരസൈറ്റിന്റെ സ്റ്റേജിനെയാണ് ട്രോപ്പോസോയിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ട്രോപ്പോസൈറ്റ് സ്റ്റേജിൽ ഇരിക്കുന്ന ഈ പാരസൈറ്റ് അതിന്റെ അകത്തൊരു പ്രോമിനന്റ് വാക്യൂൾ അപ്പിയർ ചെയ്യും. ആ വാക്യൂള് സൈറ്റോപ്ലാസം ഒരു വശത്തേക്ക് പുഷ് ചെയ്ത് മാറ്റുന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വാക്യൂൾ ഡിസപ്പിയർ ചെയ്യുന്നു. അപ്പൊ അത് ഏത് സ്റ്റേജിൽ എത്തിയ പാരസൈറ്റ്? അമീബോയിഡ് സ്റ്റേജിൽ എത്തിയെന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ വിട്ടുപോയൊരു കാര്യം, അതായത് ഈ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വാക്യൂൾ പ്രസന്റ് ആവുന്നുണ്ടല്ലോ ആ ട്രോപ്പോസോയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആർബിസിയുടെ കണ്ടന്റ് ഫീഡ് ചെയ്ത് ഗ്രോ ചെയ്യുന്ന ആ പാരസൈറ്റിന്റെ സ്റ്റേജിനെയാണ് ട്രോപ്പോസോയിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിലൊരു പ്രോമിനന്റ് വാക്യൂൾ സൈറ്റോപ്ലാസത്തിനെ പുഷ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. ആ പ്രോമിനന്റ് വാക്യൂൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് സിഗ്നന്റ് റിംഗ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഇനി സിഗ്നന്റ് റിംഗ് സ്റ്റേജിന് ശേഷം ഈ വാക്യൂൾ ഡിസപ്പിയർ ചെയ്യുമ്പോൾ ആ ഒരു പാരസൈറ്റ് എത്തിയ സ്റ്റേജാണ് അമീബോയിഡ് സ്റ്റേജ് എന്ന് ഓർക്കുക. എന്താണ്? അമീബോയിഡ് സ്റ്റേജ്. ഇനി അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ പാരസൈറ്റ്സില് ധാരാളം ഗ്രാനുൾസ് ഉണ്ടാകും. എന്താണ്? ഹീമോസോയിന്റെ ഗ്രാനുൾസ് ഉണ്ടാകും. ഹീമോസോയിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിന്റെ എറിത്രോസൈറ്റ്സിലെ ഹീമോഗ്ലോബിനെ ഡിറൈവ് ചെയ്തതാണ് ഹീമോസോയിൻ. അതിന്റെ ന്യൂമറസ് ഗ്രാനുൾസ് പാരസൈറ്റിൽ പ്രസന്റ് ആവുന്നു. ഇനി അതുപോലെ തന്നെ ഇത് പിന്നീട് എന്ത് ഷേപ്പ് ആവുന്നു? റൗണ്ടഡ് ആകുന്നു. എന്നിട്ട് മൾട്ടിപ്പിൾ ഫിഷൻ റെഡി ആകും. റൗണ്ടഡ് ഷേപ്പിലാവുമ്പോൾ അതിന്റെ പേര് എന്തായി? ഷൈസോണ്ട് എന്നായി. നേരത്തെ പറഞ്ഞു റൗണ്ടഡ് ഷേപ്പിലാകുമ്പോൾ ഷൈസോണ്ട് ആയി. ഇനി ഷൈസോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷൈസോഗമി അണ്ടർഗോ ചെയ്യുന്നുണ്ട്. എന്താണ് ഷൈസോഗമി? അതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഈ പാരസൈറ്റിന്റെ അകത്ത് ന്യൂമറസ് ഗ്രാനുൾസ് പ്രസന്റ് ആവുന്നു അല്ലെ. ആ ഹീമോസോയിൻ എന്ന് പറയുന്നതാണ് ആ ഗ്രാനുൾസ്. അത് ഡിറൈവ് ചെയ്തിരിക്കുന്ന എറിത്രോസൈറ്റ് ഹീമോഗ്ലോബിൻ ആണ്. ഇനി ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റുകളിലും ഗ്രാനുൾസ് കാണപ്പെടുന്നു. ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റിൽ എന്ത് കാണപ്പെടുന്നു? ഗ്രാനുൾസ് കാണപ്പെടുന്നു. ആ ഗ്രാനുൾസിനെ എന്ത് വിളിക്കുന്നു? ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഗ്രാനുൾസ് എന്ത് വിളിക്കുന്നത്? യെല്ലോ ഓർ ഓറഞ്ച് ഗ്രാനുൾസ് ആണ്. അതിനെ ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു എറിത്രോസൈറ്റിന്റെ സ്റ്റേജിനെ വിളിക്കുന്നു ഷഫ്നേഴ്സ് ഡോട്ട്സ് ആണ് വിളിക്കുന്നത്. ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റിനെ
യെല്ലോ ഓറഞ്ച് ഗ്രാനുൾസ് ഇൻഫെക്റ്റഡ് എറിത്രോസൈറ്റ് ആ സ്റ്റേജിനെ വിളിക്കുന്നത് ഷഫ്നേഴ്സ് ഡോട്ട്സ് ആണ് ഓർത്ത് വെക്കാം. ഇനി റൗണ്ടഡ് സ്റ്റേജിലേക്ക് റൗണ്ടഡ് ആയിട്ടുള്ള ഷൈസോ ഉണ്ട്. ഷൈസോഗമി അണ്ടർഗോ ചെയ്യുന്നു. എന്താണ് ഷൈസോഗമി? റിപ്പീറ്റഡ് ആയ ന്യൂക്ലിയർ ഡിവിഷൻ ഫോളോഡ് ബൈ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. അപ്പൊ ഷൈസോഗമി അണ്ടർഗോ ചെയ്തതിനു ശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട്? ഷൈസോഗമി അണ്ടർഗോ ചെയ്തതിനു ശേഷം അതിൽ ധാരാളം എന്ത് ഫോം ചെയ്യുന്നു? മീറോസോയിറ്റുകൾ ഫോം ചെയ്യുന്നു. ഈ മീറോസോയിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മീറോസോയിറ്റുകൾ ഉണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ ബ്ലഡ് എന്താണ് എറിത്രോസൈറ്റിന് പുറത്തേക്ക് ബേസ്റ്റ് ഔട്ട് ചെയ്യുന്നു. എറിത്രോസൈറ്റ് ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ മീറോസോയിറ്റ്സ് പ്ലാസ്മയിൽ എത്തിച്ചേരുകയും പിന്നീട് അത് മറ്റുള്ള ഫ്രഷ് എറിത്രോസൈറ്റുകളെ അതിലേക്ക് റീ എൻട്രി ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ സൈക്കിള് എന്താണ് ഈ പറയുന്ന പ്ലാസ്മോഡിയത്തിന്റെ സൈക്കിള് ഓരോ 48 അവേഴ്സും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്തു വയ്ക്കുക. ഇനി ഇങ്ങനെ ഈ എറിത്രോസൈറ്റിലേക്ക് ഈ പറഞ്ഞ മീറോസോയിറ്റുകൾ ടോക്സിക് വേസ്റ്റുകളും പെട്ടെന്ന് ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് എറിത്രോസൈറ്റിൽ നിന്നും മനസ്സിലായി എറിത്രോസൈറ്റ് ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ടോക്സിക് വേസ്റ്റുകളും അതോടൊപ്പം ഈ മീറോസോയിറ്റുകളും ബ്ലഡിലേക്ക് വന്നു ചേരുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പ്ലാസ്മയിലേക്ക് എത്തിച്ചേരുമ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്? മനുഷ്യന് പെട്ടെന്ന് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മാനിന് ചിന്നും ഫീവർ ഒക്കെ ഉണ്ടാകുന്നു. അപ്പൊ അതുവരെ അത് സിംറ്റംസ് ഒന്നും കാണിക്കാതിരിക്കുന്നു. മീറോസോയിറ്റ്സുകൾ അതായത് ഈ എറിത്രോസൈറ്റ് ബേസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ മീറോസോയിറ്റ്സുകൾ ബ്ലഡ് പ്ലാസ്മയിലേക്ക് ലിബറേറ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്തപ്പോഴാണ് എന്ത് കാണിച്ചത്? സിംറ്റംസ് മലേറിയ സിംറ്റംസ് ആയി ചിന്നും ഫീവർ ഒക്കെ കാണിച്ചത്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യം ഈ മാനിന് ഫീമെയിൽ അനഫിലസ് മൊസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്പോറോസോയിഡ് സ്റ്റേജ് ആയിരുന്നു അല്ലെ, അതെയാണ് നമ്മൾ എന്താണ് ഇൻഫെക്റ്റഡ് സ്റ്റേജ്. ആ ഇൻഫെക്റ്റഡ് സ്റ്റേജ് സ്പോറോസോയിറ്റുകളിൽ ഇത് ഒരു സിംറ്റംസും കാണിക്കില്ല. ഇനി ഫോർ എ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാം അല്ലെ, ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോഴാണ് സിംറ്റംസ് പുറത്ത് കാണിക്കുന്നത്. ആ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 14 days ആണ് ഇവിടെ ഓർത്ത് വെക്കുക. മനസ്സിലായോ എന്താണ് പ്ലാസ്മോഡിയത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ്? എത്രയാണ്? 14 days ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മളിവിടെ പറഞ്ഞു ഷൈസോഗമി അല്ലെ, ഷൈസോഗമിയിലെ ഷൈസോഗോണിയാണ്. ഷൈസോഗോണി തിരുത്തിക്കോണം, എന്താണ് ഷൈസോഗോണി. അപ്പൊ ഷൈസോഗോണ്ട് എന്ത് ചെയ്യുന്നത്? ഷൈസോഗോണി അണ്ടർഗോ ചെയ്യുന്നത്. ഷൈസോഗോണി റിപ്പീറ്റഡ് ന്യൂക്ലിയർ ആൻഡ് എന്താണ് ഫോളോഡ് ബൈ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. ഷൈസോഗോണിയാണ് തെറ്റിപ്പോയത്, ഷൈസോഗോണി. ഇനി നമ്മൾ പറഞ്ഞു ഈ ഷൈസോഗോണി കുറെ ദിവസം ഷൈസോഗോണി കഴിയുമ്പോഴത്തേക്കും ഈ മീറോസൈറ്റ്സ് ഈ എറിത്രോസൈറ്റിക് സൈക്കിളിൽ കടക്കാതെ മാറി നിൽക്കും. മനസ്സിലായോ? അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ആഫ്റ്റർ മെനി ജനറേഷൻസ് ഓഫ് ഷൈസോഗോണി ഇൻ ബ്ലഡ് സം മീറോസോയിറ്റ്സ് സ്റ്റേ അവേ ഫ്രം ദ യൂഷ്വൽ എറിത്രോസൈറ്റിക് സൈക്കിൾ. They enter the RBCs and grow in size to become gametocytes. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗെമറ്റോസൈറ്റ്സിന്റെ ഫോർമേഷൻ ആണ്. അതായത് ഷൈസോണ്ട് റൗണ്ടഡ് സ്പിരിക്കൽ ആയിരിക്കുന്ന ഷൈസോണ്ട് ഷൈസോഗോണി അണ്ടർഗോ ചെയ്യുന്നു. എന്താണ് ഷൈസോഗോണി? റിപ്പീറ്റഡ് ന്യൂക്ലിയർ ഡിവിഷൻ ഫോളോഡ് ബൈ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. അപ്പം ഈ ഷൈസോഗോണി കുറെ ജനറേഷൻസിൽ അണ്ടർഗോ ചെയ്ത് കഴിയുമ്പോൾ ചില മീറോസോയിറ്റുകള് അടുത്ത ഒരു എറിത്രോസൈറ്റിലേക്ക് എൻട്രി ചെയ്യാതെ മാറി നിൽക്കും. എന്നിട്ട് they enter the RBCs and grow into size to become gametocytes. അപ്പം after long generations, after a number of generations, these merozoites and that is the merozoites after schizogony, they never enter the some merozoites, they never enter the usual erythrocytic cycle. Later they enter the RBCs and grow in size to become gametocytes. മനസ്സിലായോ? അതായത് ഷൈസോഗോണി കഴിഞ്ഞ് മാറി, അതായത് കുറെ ജനറേഷൻസ് ഓഫ് ഷൈസോഗോണി കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന എന്താണ് ഈ മീറോസൈറ്റുകളാണല്ലോ അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലേ, മനസ്സിലായോ? ഷൈസോഗോണി ചെയ്യുന്ന മീറോസൈറ്റുകളാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ കുറെ ജനറേഷൻസ് ഓഫ് ഷൈസോഗോണി ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മീറോസൈറ്റ്സിലെ ചില മീറോസൈറ്റ്സുകൾ അടുത്ത ഒരു എറിത്രോസൈറ്റിക് സൈക്കിളിലേക്ക് എൻട്രി ചെയ്യാതെ മാറി നിൽക്കും. ഇവ എന്ത് ചെയ്യും? RBCയിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടെ ഇരുന്ന് വളരും. അപ്പൊ അതിനെയാണ് ഗെമറ്റോസൈറ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? RBCയിൽ എൻട്രി ചെയ്തിട്ട് അവിടെ നിന്ന് വളരും, അതിനെയാണ് ഗെമറ്റോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാണ്, എന്താണ് ഷൈസോഗോണ്ട് ആയിരിക്കുമ്പോൾ അതിനുശേഷം ഇത് ഷൈസോഗോണി അണ്ടർഗോ ചെയ്യുന്നു പറഞ്ഞു. ഷൈസോഗോണി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ന്യൂക്ലിയർ ആൻഡ് ഫോളോഡ് ബൈ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മളിവിടെ പറഞ്ഞ എന്താണ്? കുറെ ജനറേഷൻസ് ഓഫ് ഷൈസോഗോണി അണ്ടർഗോ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന മീറോസൈറ്റുകളിൽ ചിലത് ഈ എറിത്രോസൈറ്റിക് സൈക്കിൾ എൻട്രി ചെയ്യാതെ മാറി നിൽക്കും. അവ RBCയിലേക്ക് എൻട്രി ചെയ്ത് അവിടെ ഇരുന്ന് വളരും. അതിനെയാണ് ഗെമറ്റോസൈറ്റുകൾ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക. ഇനി ഈ ഗെമറ്റോസൈറ്റുകൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, മൈക്രോ ഗെമറ്റോസൈറ്റ്സ്, മാക്രോ ഗെമറ്റോസൈറ്റ്സ്. മൈക്രോ ഗെമറ്റോസൈറ്റ്സ് ആൻഡ് മാക്രോ ഗെമറ്റോസൈറ്റ്സ്. ഇതില്
they don't develop further until enter the body of a definite host, female Anopheles mosquito. ഗെമറ്റോസൈറ്റ്സിൽ ഉണ്ടായി കഴിഞ്ഞാലോ ഇനി അത് ഫർദർ ആയിട്ട് ഡെവലപ്പ് ചെയ്യില്ല. കാരണം അതൊരു എന്താണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയുടെ ബോഡിയിൽ എൻട്രി ചെയ്യാതെ ഗെമറ്റോസൈറ്റുകൾ എന്തെങ്കിലും ഫർദർ ഗ്രോ ചെയ്യില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എത്ര മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഷൈസോഗോണി അണ്ടർഗോ ചെയ്യും പറഞ്ഞല്ലേ. ഷൈസോഗോണി റിപ്പീറ്റഡ് ന്യൂക്ലിയർ ഡിവിഷൻ ഫോളോഡ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. അപ്പൊ ഷൈസോഗോണി അണ്ടർഗോ ഷൈസോണ്ടാണ്, മനസ്സിലായോ? ഷൈസോണ്ടാണ് ഷൈസോഗോണി അണ്ടർഗോ ചെയ്യുന്നത്. അപ്പൊ ആഫ്റ്റർ നമ്പർ ഓഫ് ജനറേഷൻസ് ഓഫ് ഷൈസോഗോണി സം മീറോസൈറ്റ്സ് does not take part in the erythrocytic cycle. They enter the RBCs and grow in size to become gametocytes. In gametocytes രണ്ട് ടൈപ്പ് ഉണ്ട്, മൈക്രോഗമറ്റോസൈറ്റ്സ് and മാക്രോഗമറ്റോസൈറ്റ്സ്. So they doesn't develop further until they enter a definitive host, female Anopheles mosquito. ഒരു ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഡെഫിനിറ്റീവ് ഹോസ്റ്റിന്റെ ബോഡി എൻട്രി ചെയ്യാതെ ഈ ഗെമറ്റോസൈറ്റുകൾ എന്ത് ചെയ്യില്ല, പിന്നീട് ഫർദർ ഡെവലപ്പ് ചെയ്യില്ലാന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയാണ്. പിന്നെ മൈക്രോഗമറ്റോസൈറ്റ്സും ഉണ്ട്, മാക്രോഗമറ്റോസൈറ്റ്സും ഉണ്ട്. അതിൽ മൈക്രോഗമറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് മെയിൽ മൈക്രോഗമറ്റോസൈറ്റ്സ് ആണ്. ഇനി മാക്രോഗമറ്റോസൈറ്റ്സ് ആണ് ഫീമെയിൽ മാക്രോഗമറ്റോസൈറ്റ്സ് ആണ് കൂടെ ഉണ്ട്. അപ്പൊ that is male microgametocytes and female macrogametocytes ആണ് കൂടെ ഓർത്തു വെക്കുക. മെയിൽ മൈക്രോഗമറ്റോസൈറ്റ്സും ഫീമെയിൽ മാക്രോഗമറ്റോസൈറ്റ്സും ആണ് കൂടെ ഓർത്തു വെക്കുക. ഇത്രയാണ് നമ്മൾ അസെക്ഷൽ ഫേസിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്ലാസ്മോഡിയം വാക്സിൻ ലൈഫ് സൈക്കിള് രണ്ട് ഫേസിലുണ്ട്, അസെക്ഷൽ ഫേസും സെക്ഷൽ ഫേസും. അസെക്ഷൽ ഫേസ് ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയ മാനിൽ ആണ് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ അസെക്ഷൽ ഫേസിൽ പഠിച്ച കാര്യങ്ങൾ എന്താണ്? രണ്ട് സൈക്കിൾ ഉണ്ട്, എക്സോ എർത്രോസൈറ്റിക് സൈക്ലം ഉണ്ട്, എൻഡോ എർത്രോസൈറ്റിക് സൈക്ലം ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ റിമൈനിങ് പോർഷൻസ് തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള പോർഷൻസ് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.